റസൂലുള്ളാഹിയോട് ഏറ്റവും മഹബത്ത് വെച്ച് പുലർത്തിയിരുന്നൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ പേരാണ് ഉഹുദ് മല. പരിശുദ്ധമായ ഉഹുദിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ആ ഉഹുദിലെ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന അമ്പെയ്ത്തുകാരെ നിർത്തിയ ആ കുന്നിൻ്റെ മുകളിൽ കയറിയാൽ നമ്മൾ ആ യുദ്ധം നടന്ന ഭൂമികയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ പിറകിലായി തലയുയർത്തി നിൽക്കുന്നൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ പേരാണ് ഉഹുദ് പർവ്വതം. ആ ഉഹുദ് പർവ്വതത്തെപ്പറ്റി അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, അതാ ജബലു ഉഹുദിൻ. സ്വഹാബിമാരെ, നിങ്ങൾ ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ഇത് ഉഹുദ് മലയാണ്. അതാ ജബൽ ഉഹുദ്, ഇതാണ് ഉഹുദ് മല. യുഹിബ്ബുനാ വനുഹിബ്ബു, ആ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ആ പർവ്വതത്തെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് മലക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കേൾക്കണോ നിങ്ങൾ? ഉഹുദ് മലയിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കയറുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. ഉഹുദ് മലയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഉഹുദ് മല ഇങ്ങനെ വിറച്ചുപോയി എന്നാണ്. ഉഹുദ് മല ഇങ്ങനെ വിറച്ചുപോയി. അല്ലാഹുവിൻ്റെ റസൂൽ ഉഹുദ് മലയോട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹുദ്, ഉഹുദേ നീ ശാന്തമാകണം, നീ ഒന്ന് അടങ്ങിയിരിക്കണം, നീ പേടിക്കേണ്ടതില്ല. ഫഇന്നമാ അലൈക നബിയുൻ, ആരാ നിന്റെ പുറത്ത് കയറിയിട്ടുള്ളതെന്നറിയുമോ? അത് അല്ലാഹുവിൻ്റെ പ്രവാചകരാണ്. വസിദ്ദീഖ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ എന്നവരാണ് നിന്റെ മുകളിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഫഇന്നമാ അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, പിൽക്കാലത്ത് ഷഹീദാകാൻ പോകുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവരും അലിയാരുമാണ് നിന്റെ മുകളിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഉഹുദേ നീ ശാന്തമാകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനില്ലാത്ത ഉഹുദ് മലയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവനില്ലാത്ത ഉഹുദ് മലയെപ്പറ്റി അല്ലാഹുവിൻ്റെ റസൂല മല എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹമെന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രം നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ്. ഉഹുദ് മലയ്ക്ക് ജീവനുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. ആ രൂപത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂല് ആ മലയെപ്പറ്റി പറഞ്ഞത്. അതാണ് മദീനക്ക് റസൂലുള്ളാഹിനോടുള്ള ബന്ധം. അവിടെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ അരങ്ങേറി. പല ആളുകളും പല രൂപത്തിലും മഹബത്ത് പ്രകടിപ്പിച്ചു. അവിടെയാണ് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹബത്തിന്റെ ഏറ്റവും ഉന്നതമായൊരു ഉദാഹരണം കാണിച്ചു തന്നത്. അല്ലാഹുവിൻ്റെ റസൂല് ഏതൊരു സദസ്സിലേക്ക് വന്നാലും റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് വെക്കുന്ന സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മൂപ്പര സ്നേഹം അങ്ങനെയിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിന്റെ ചെരുപ്പ് എവിടെ കണ്ടാലും അതിങ്ങനെ എടുത്തേക്കുക, അത് സൂക്ഷിക്കുക. അതാണ് മൂപ്പര മഹബത്ത്. ചരിത്രകാരന്മാർ പറഞ്ഞു, ഖാദിമു നഅലി റസൂലില്ലാഹ്, ആരാണ് ഇബ്നു മസ്ഊദ് എന്ന് നിങ്ങൾക്കറിയോ? അത് അല്ലാഹുവിൻ്റെ റസൂലിന്റെ ചെരുപ്പിന്റെ സേവകനാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നപ്പോ റസൂലുള്ള ചെരുപ്പ് ഊരി. അല്ലാഹുവിൻ്റെ റസൂലിന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുനിഞ്ഞപ്പോൾ നോക്കൂ നിങ്ങൾ, ലഹറ സാഖുഹു, ഇബ്നു മസ്ഊദ് എന്നവരുടെ കാലിന്റെ കണങ്കാലി എല്ലാവരും കാണാനിടയായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുനിഞ്ഞതാണ്. കുനിഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കണങ്കാലി എല്ലാവരും കാണാനിടയായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കണങ്കാലി കണ്ടപ്പോ സ്വഹാബത്ത് പോലും അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഈ മനുഷ്യൻ നടക്കേണ്ടത്? ഒരു സ്കെയില് പോലെയുള്ള കാല്, ഒരു എല്ല് മാത്രമേ ഉള്ളൂ.
മാംസം തീരെയില്ല, ഒറ്റ എല്ലിന്റെ കഷ്ണം. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വണ്ണം, തടി. ഒരു എല്ലിങ്ങനെ വെച്ചതുപോലെ, ഒരു സ്കെയിലിങ്ങനെ വെച്ചതുപോലെ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഭയങ്കര ആയിട്ട് കുറച്ചൊക്കെ തടിയൊക്കെ ഉണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൈറ്റ്, മൂപ്പരുടെ ഉയരം, ഒരാളൊരു ചെയറിലിരുന്നാൽ എത്ര ഉയരം ഉണ്ടാവും, അത്ര ഉയരം മാത്രമേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നുള്ളൂ. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തടിയില്ലായ്മ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കണേ, അതതഅജ്ജബൂന മിൻ ദിഖ്ഖതി സാഖൈ, ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ വണ്ണമില്ലായ്മ കണ്ടിട്ടാണോ നിങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടെ നോക്കുന്നത്? സ്വഹാബിമാര് പറഞ്ഞു, അതേ നബിയേ. എങ്ങനെയാണ് ഈ ഇബ്നു മസ്ഊദ് നടക്കുന്നത്? ഇബ്നു മസ്ഊദിനെ പറ്റി പരാമർശമുണ്ടായപ്പോഴേക്കും റസൂലുള്ള പറയുകയാണ്, ഹുമാ അസ്ഖലു ഫിൽ മീസാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് തടിയില്ലെങ്കിലും നാളെ ആ രണ്ട് കാലുകൾ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുകളായി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? മൂപ്പര് ഖാദിമു നഅലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ സേവകനായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ യൂസുഫുൻ നബ്ഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ പാടിയത്, ഫാസ ബിനു മസ്ഊദിൻ ബിഖിദ്മതി നഅലിഹി വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. ഇബ്നു മസ്ഊദ് രക്ഷപ്പെട്ടത്, ഇബ്നു മസ്ഊദ് വിജയിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ സേവകനായിട്ടാണെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായതുപോലെയുള്ള സൗകര്യം എനിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പന്റെ കയ്യിലില്ല, എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ രൂപം മഹാന്മാര് സ്വഹാബിമാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ ചെരുപ്പിന്റെ രൂപം ഞാൻ എൻ്റെ പേപ്പറിൽ വരക്കുകയാണ്. പേപ്പറിൽ റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ രൂപം വരച്ചിട്ട് ആ മിസാലിന് ഖിദ്മ ചെയ്യുകയായിരുന്നു മഹാനായ യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട വലിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന മക്കയിലെ മദീനയിൽ ദർസ് നടത്തിയിരുന്ന പ്രഗൽഭനായ പണ്ഡിതനാണ്. ഇതൊക്കെ മഹബ്ബത്തിന്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ്. മഹബ്ബത്തിന് അതിരുകളില്ലാത്തൊരു ലോകമാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഓരോ ആൾക്കാരും ഓരോ രൂപത്തിലാണ് മഹബ്ബത്ത് കാണിച്ചത്. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് എന്താണ്? ഫലമ്മാ തലഫള ബിഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ബഹുമാനപ്പെട്ടവരോട് ബാങ്കൊലി മുഴക്കാൻ പറഞ്ഞപ്പോ വിസമ്മതിച്ചു. അവസാനം മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ ബാങ്ക് വിളിയുടെ ഉത്തരവാദിത്തമുണ്ടായിരുന്ന സ്വഹാബി ബാങ്കുലി മുഴക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എത്തിയപ്പോ സഖത, പുണ്യനബിയുടെ ആ പരിശുദ്ധ പേര് കേട്ടപ്പോൾ, അത് ഉച്ചരിച്ചപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടമിടറിക്കൊണ്ട് മഹാനവറുകൾക്ക് തന്റെ നില തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വഹാബിമാരുടെ മഹബ്ബത്ത് എത്രമേൽ വലിയതാണ്. വഹ്ശി റളിയല്ലാഹു അൻഹുവിനെ കേട്ടവരല്ലേ നമ്മൾ? വഹ്ശിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് വഹ്ശിയാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് പുണ്യനബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ ഒരാളായിരുന്ന മഹാനായ ഹംസത്തുൽ കറാർ എന്നവരെ വഹ്ശി കൊന്നുവല്ലോ. അതേ വഹ്ശി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോഴും അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയിലേക്ക് വഹ്ശി വരുമ്പോ അവിടുന്ന് മുഖം തിരിക്കാറുണ്ടായിരുന്നു. അത് വഹ്ശിയോടുള്ള വെറുപ്പല്ല, വഹ്ശിയെ കാണുമ്പോ
തൻ്റെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും റസൂലുള്ളാഹിക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അതുകൊണ്ട് എങ്ങനെ ഞാൻ വഹ്ശിയുടെ മുഖത്തേക്ക് നോക്കും എന്ന് റസൂലുള്ളാഹി ആലോചിച്ചിട്ടുണ്ടാകാം. അള്ളാന്റെ റസൂലിന് വഹ്ശിയെ കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് വഹ്ശിക്കും അത് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ചിരിക്കാറുണ്ടായിരുന്നില്ല വഹ്ശി എന്നവർ. കാരണം അള്ളാന്റെ റസൂലിന് എന്നെ കാണുമ്പോൾ വിഷമമാണല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ ഇസ്ലാം പുലുകിയതിന് ശേഷം ചിരിക്കാതെ ജീവിച്ച സ്വഹാബിയാണ് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് എത്ര ആൾക്കാർ ചിരിച്ചാലും മൂപ്പർക്ക് ചിരി വരില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന് മൂപ്പര മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അള്ളാഹിന്റെ റസൂലിന് ഇങ്ങനെ ഹംസത്തുൽ ഖറാർ എന്നവരെങ്ങനെ ഓർമ്മ വരും. അതുകൊണ്ട് എൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഞാൻ കൊന്നല്ലോ എന്ന ഒരു വിഷമം, ടെൻഷൻ കാരണം മഹാനവറുകൾ ജീവിതത്തിൽ ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനത്തെ വഹ്ശിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള യുദ്ധത്തിൽ മുസൈലിമയെ കൊന്നതും വഹ്ശിയാണ്. മുസൈലിമയെ വെട്ടിയപ്പോഴാണ് തബസ്സമ വഹ്ശി, വഹ്ശി ചിരിച്ചു എന്നാണ്. മുസൈലിമയെ കൊന്നപ്പോൾ, കള്ളപ്രവാചകനായി വന്ന മുസൈലിമയെ കൊന്നപ്പോൾ വഹ്ശി ചിരിച്ചു എന്നാണ്. എന്നിട്ട് വഹ്ശി എന്നവരൊരു പ്രഖ്യാപനം നടത്തി, ഖതൽതു ഖൈറൽ ഇബാദ്, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ഹംസത്തുൽ ഖറാർ എന്നവരെ കൊന്നത് ഞാനാണ്. വഖതൽതു ശർറൽ ഇബാദ്, ഏറ്റവും വൃത്തികെട്ട മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും ഞാനാണല്ലോ. അതുകൊണ്ട് ഇത് എനിക്ക് ചിരിക്കാനുള്ള സന്ദർഭമാണ് എന്ന് പറഞ്ഞ് വഹ്ശി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹബത്തിന്റെ ഭാഗമായാണ്. ഇതായിരുന്നു സ്വഹാബിമാർക്ക് പുണ്യനബിയോടുള്ള മഹബത്ത്. ഓരോ ആളുകളും ഓരോ രൂപത്തിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്. ഇതിൽ ഏറ്റവും വലിയ സ്നേഹം ആരുതാന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അരികത്തെത്താൻ ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും സാധ്യമല്ല. അത്രമേൽ ഉന്നതമായ സ്നേഹം. അത് നിയലില്ലാത്ത പ്രവാചകന്റെ നിയലായി നിലകൊണ്ട സിദ്ദീഖാണ്. ആ സിദ്ദീഖിനെ പറ്റി പറയുമ്പോ എത്രമേൽ വലിയ വിഷമങ്ങൾ, എത്രമേൽ വലിയ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സഹിച്ചു. ഹബീബ് എന്ത് പറഞ്ഞാലും അതുപോലെ വിഴുങ്ങിയിരുന്ന, അംഗീകരിച്ചിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിറാ ഗുഹയിൽ നിന്ന്, സൗറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പ്രവേശിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി എല്ലാ ദ്വാരങ്ങളും അടച്ചു. ബാക്കി വരുന്ന ദ്വാരങ്ങൾ തൻ്റെ കാലുകൊണ്ട്, തൻ്റെ കാലിന്റെ വിരലുപയോഗിച്ചുകൊണ്ട് അടക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എത്രമേൽ വലിയ സ്നേഹമാണത്. കാലിൽ സർപ്പം കടിച്ചിട്ട് പോലും ആ കണ്ണുനീര് അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്താവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹിനെ വേദന കടിച്ചമർത്തുമ്പോഴും ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കാത്ത സിദ്ദീഖില്ലേ, അത് എത്രമേൽ വലിയ മഹബത്തിന്റെ ഉദാഹരണമാണ്. ഫത്ഹ് മക്കയുടെ വേളയിലാണ്, ഹിജ്റയുടെ 8-ാം കൊല്ലം മക്കയിൽ റസൂലുള്ളാഹി വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോ വയോധികനായൊരു മനുഷ്യനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വിദൂരതയിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അയാൾ അടുത്തേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായ സിദ്ദീഖാണ്. വയോധികനായ, കണ്ണിന്റെ പുരികം ഇങ്ങനെ താഴ്ന്നിറങ്ങിയ, എല്ലാം നരച്ചുപോയ വയോധികനായ ഒരു മനുഷ്യനെ അവിടെ ഇറക്കി വെച്ചു. അത് സിദ്ദീഖ് എന്നവരുടെ പിതാവായ അബൂ ഖുഹാഫയായിരുന്നു. ആ അബൂ ഖുഹാഫയെ അവിടെ ഇരുത്തിയിട്ട് അള്ളാഹിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലേ, ഇതെന്റെ പിതാവ് അബൂ ഖുഹാഫയാണ് ഇപ്പൊ വന്നത്. അങ്ങിൽ നിന്ന് ഇസ്ലാമിന്റെ വചനം ഏറ്റുചൊല്ലാനാണ്, ഷഹാദത്തിന്റെ വചനം ഏറ്റുചൊല്ലാനാണ്.
അള്ളാന്റെ റസൂല് ഷഹാദത്തിന്റെ വാചകം ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. വയോധികനായ പിതാവ് അബൂ ഖുഹാഫ അത് ഏറ്റുപറയുകയാണ്. അതിങ്ങനെ ചൊല്ലുമ്പോ, ഷഹാദത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അവിടെ വെച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ്. അള്ളാന്റെ ഹബീബ് ചോദിച്ചു പോയി, സിദ്ദീഖേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് സിദ്ദീഖേ? ഏതൊരു മനുഷ്യനും സന്തോഷിക്കുന്ന സന്ദർഭം, ആ സമയത്തും നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന മറുപടി ഒന്നാണ്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞാൻ ആലോചിച്ചു പോയി, എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തെങ്ങാനും അങ്ങയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഖൽബിൻ്റെ ഗതി എത്രമേൽ സന്തോഷമുണ്ടാകുമായിരുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷം അങ്ങയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വന്നാൽ അങ്ങേക്ക് ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ച മഹാനായ സിദ്ദീഖ് എന്നവരുടെ മഹബ്ബത്തൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മഹബ്ബത്തിന്റെ പരിരംഭണത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അല്ലാഹുവേ, ആ മദീനയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ആ മദീനയിലേക്ക് ആത്മാവ് കൊണ്ട് എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആത്മാവ് കൊണ്ട് മദീനയെ പ്രണയിച്ചാൽ മദീനത്ത് ചെന്നാലും വിസ്മയങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാടിയത്, ഫി ഹാലത്തിൽ ബുഅദിറു ഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. വിദൂരതയിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരം താണ്ടിയിട്ട് പരിശുദ്ധ റസൂലിന്റെ റൗളാ ഷരീഫിന്റെ മുമ്പിൽ നിന്ന് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി എന്ന് പറയുന്ന 4 അഖ്താബീങ്ങളിൽ രണ്ടാമനായ ആ മഹാനുഭാവൻ ഇങ്ങനെ പാടുകയാണ്, ഇതുവരെ ഞാൻ വിദൂരതയിലായിരുന്നു. ആ വിദൂരതയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ടായിരുന്നു നബിയേ. ഇന്ന് എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും അങ്ങയുടെ അടുത്ത് തന്നെയാണുള്ളത് നബിയേ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അവിടുത്തെ കൈകളൊന്ന് എന്നിലേക്ക് നീട്ടുമോ റസൂലേ? അതുകൊണ്ട് അവിടുത്തെ കൈകളൊന്ന് എന്നിലേക്ക് നീട്ടുമോ നബിയേ എന്ന് മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി എന്നവർ കാവ്യശകലങ്ങളിലൂടെ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഹുജ്റത്തു ശരീഫയിൽ നിന്ന് കൈകൾ നീട്ടി എന്ന് പറയുമ്പോ അതുവരെയുള്ള മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വരെയുള്ള ഒറ്റ മഹാനും ഒറ്റ വലിയനും ഇതുപോലെയുള്ള അത്ഭുതകരമായ കറാമത്തുണ്ടായിട്ടില്ല എന്ന് മഹാന്മാരവരുടെ കിതാബിൽ പറയുമ്പോ മഹബത്തിലേക്ക് കടന്നാൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നാണ്. അങ്ങനെ മഹാനുഭാവൻ മഹബത്തിലേക്ക് കടന്നു ചെന്നു. ഇങ്ങനെയാണ് മഹാനായ നമ്മുടെ മലബാറുകാരനായ ഉമർ ഖാദി അൽ ബിലങ്കൂത്തി, വെളിയങ്കോട്ടുകാരൻ, കാക്കത്തറവാട്ടിന്റെ രാക്കുഴിലായിരുന്ന മഹാനായ ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് പാടിയത് സ്വല്ലല്ലാഹു ബൈത്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. മജഫദം സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പാടുമ്പോൾ
റൗള ഷരീഫിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് നമ്മൾ മുൻഗാമികളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ മഹബ്ബത്തുണ്ടായാൽ സാധ്യമാണ്. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ സാധ്യമാണ്. മഹബ്ബത്ത് ഉണ്ടായി നമ്മളതിങ്ങനെ അങ്ങനത്തെ അത്ഭുതങ്ങൾ ഉണ്ടായാൽ നമ്മൾ പറഞ്ഞെടുക്കണ്ട, അതിങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിക്കുക. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിങ്ങനെ ആസ്വദിക്കലാണ്. അതിങ്ങനെ ആസ്വദിക്കുക, അതിങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. ആ മഹബ്ബത്ത് കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീന കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും വിദൂരതയിൽ ഇരുന്നു കൊണ്ട് മദീന കാണാൻ കഴിയണം. അതാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്ന് പറയുന്ന ഉറുദു കവിക്കുണ്ടായിരുന്നത്. ഈ മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് അത് വേഷഭൂഷാദിയിൽ അടങ്ങിയ സംഗതിയല്ല. താടിണ്ട്, തലപ്പാവുണ്ട്, കമീസുണ്ട്, അതിലൊന്നല്ല മഹബ്ബത്ത് കിടക്കുന്നത്. അത് കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ക്ലീൻ ഷേവാണ്, ക്ലീൻ ഷേവായാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. പക്ഷെ ഇഖ്ബാലിന്റെ കൽബിന്റെ ഉള്ളിലുള്ള ഒരു സംഗതി എന്താ വെച്ചാല് അത് മഹബ്ബത്താണ്. ഇഖ്ബാലിന്റെ വീട്ടില് ഖുർആൻ ഓതാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്ന് പറയുന്ന അവിഭക്ത ഇന്ത കണ്ട ഏറ്റവും വലിയ കവി ഇഖ്ബാൽ ഈ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമെന്നാണ്. ഇഖ്ബാൽ 1930കളിലാണ് അദ്ദേഹം വിട പറയുന്നത്. അദ്ദേഹം ലാഹോറിലെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ അദ്ദേഹം ശയ്യയിൽ കഴിയുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇന്ത്യയിലൊരു പ്രഗത്ഭനായ പണ്ഡിതൻ കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ വഫാത്തിന്റെ ഏതാനും മുമ്പാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. അപ്പൊ ഇഖ്ബാൽ ഇങ്ങനെ കിടപ്പിലാണ്, എണീക്കാനൊന്നും വയ്യ. ഇഖ്ബാൽ ഇങ്ങനെ കിടക്കുമ്പോ അല്ലാമ ഇഖ്ബാലിന്റെ അടുത്തേക്ക് ആ പണ്ഡിതന് വന്നു. ഇഖ്ബാലിന്റെ തലയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ, ഞങ്ങളെ സംസാരം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ രോഗശയ്യയിൽ കിടക്കുന്ന ഇഖ്ബാലിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞങ്ങളെ സംസാരമതാ വസല്ലാ ഇലൽ മദീന, ഞങ്ങളെ സംസാരം മദീനയുടെ രാജകുമാരനെ പറ്റിയായി. ഫബക്കാ ഇഖ്ബാൽ, അപ്പൊ ഇഖ്ബാൽ കണ്ട് കരാൻ തുടങ്ങിയെന്നാണ്. ആ പണ്ഡിതൻ പറയുന്നു, ഇഖ്ബാൽ കരഞ്ഞപ്പോ ഇഖ്ബാലിന്റെ കൂടെ ആ ലാഹോറിലെ ഹോസ്പിറ്റലിലെ റൂമിൽ കഴിയുന്ന എല്ലാവരും കരഞ്ഞുപോയി. ഇഷ്ക് കുച്ച് മെഹബൂബ് കി മർനെ സേ മർ ജാതാ നഹീ, സ്നേഹമെന്ന് പറഞ്ഞാൽ മെഹബൂബിന്റെ വഫാത്തോടുകൂടെ മരണത്തോടുകൂടെ അസ്തമിച്ചു പോകുന്നതല്ല. റൂഹ് മേ ഒമ്പൻ കെ രഹ്താ ഹെ മഗർ ജാതാ നഹീ, ആത്മാവിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതിയാണ് ഇഷ്കെന്ന് പറയുന്നത്. ആ ഇഷ്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ആ ഇഷ്കുണ്ടായാൽ മദീനയിലേക്ക് പോകുമ്പോൾ ആ മദീന സന്ദർശനത്തിന് ഒരു സ്വാധീനമുണ്ടാകും. ആ ഇഷ്കോടുകൂടെയാണ് മദീനയിലേക്ക് നമ്മൾ ചെന്നതെങ്കിൽ ചില കവിമാരൊക്കെ പാടിയിട്ടുണ്ട്, ഇവിടെ വന്നു നിൽക്കുമ്പോൾ മദീനയിലേക്ക് ആത്മാവ് കൊണ്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ, മദീനയിലേക്ക് ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യന്റെ ആത്മാവിൽ റസൂലുള്ളായാൽ, മദീനയായാൽ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. തൂരിസീന പർവ്വതത്തെ പറ്റി പോലുമുള്ള ആലോചനകൾ വരുന്നില്ല. മറ്റു പ്രവാചകന്മാരെ പറ്റിയോ ഒരാളെ പറ്റിയോ ഉള്ള ചിന്ത വരുന്നില്ല. ഒരേ ഒരാളെ പറ്റിയുള്ള ചിന്ത മാത്രമാണ് വരുന്നത്. അത് മദീനയുടെ നേതാവിനെ പറ്റിയുള്ള ചിന്തയാണ്. അതുകൊണ്ട് മെരിയാറുസൂ മദീന
മേരി ജുസ്തുജൂ മദീന, എന്റെ ആഗ്രഹം അത് മദീനയാണ്, എന്റെ അന്വേഷണം അത് മദീനയാണ്. ഇങ്ങനെ ആഗ്രഹവും അന്വേഷണവും ഒരു മനുഷ്യൻ്റേത്, ഒരാളുടേത് മദീനയായി കഴിഞ്ഞാൽ അവനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അവൻ തന്നെയാണ് ആഖിറത്തിലെ രാജാളി, ദുനിയാവിലെ രാജാളി. ഇത് രണ്ടും അവനാണ്. കാരണം അവന്റെ കൽബിന്റെ അകത്തുള്ളത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മൗലിയക്കന്മാർ മാത്രമൊന്നല്ല നാളെ സ്വർഗത്തിലുണ്ടാവുക. നമ്മളെ വേഷത്തൊക്കെ നിങ്ങൾ നോക്കണ്ട, അതിലൊന്നുമില്ല. കൽബിന്റെ ഉള്ളിലേക്കാണ് കാര്യം. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമീപത്തുള്ള വെട്ടിച്ചിറ പള്ളിയിലെ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് പള്ളിയുടെ ഖബർസ്ഥാൻ, ആ പള്ളിയുടെ ഖബർസ്ഥാൻ എന്തൊക്കെയാണ്, ചില ഖബറുകളൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ റോഡാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏകദേശം 2-3 കൊല്ലം മുമ്പാണ് നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങുന്ന ആരംഭഘട്ടത്തിൽ ഞാൻ ഗ്രേസ് വാലിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ, ജബീർ മുഹമ്മദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഒരുപാട് മുഖ്ലിസീങ്ങളായ അതുപോലെയുള്ള ആ അധ്യാപകൻ പറഞ്ഞതുപോലെയുള്ള ആൾക്കാരുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ദുആയിലേക്ക് കടക്കണതിൻ്റെ മുന്നോടിയായിട്ടൊരു കാര്യം പറയണ, സംഭവം പറയണം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയുടെ ഉമ്മയും വല്യമ്മയും വല്ലിപ്പയും, ഒരാളെ പേര് തെയ്യിൽ അലവി ഹാജി എന്നാണ്, വല്യമ്മാന്റെ പേര് കുഞ്ഞീരിക്കുട്ടി ഹജ്ജുമ എന്നുമാണ്. ഇവരെ മറമാടിയിട്ടുള്ളത് വെട്ടിച്ചിറ ജുമാഅത്ത് പള്ളിയുടെ ഇന്ന് റോഡായിട്ടുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ആ ഭാഗത്തായിരുന്നു. അപ്പൊ ഇവര് ഖബറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ഖബർ എന്ത് ചെയ്യണം, മാന്താണ്. ഖബർ മാന്തുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവരുടെ ഒരു അമ്മാവനുണ്ട്, ഈ വല്യമ്മയുടെയും വല്യപ്പയുടെ ഒരു മോന് അമ്മാവൻ, അതുപോലെ തന്നെ ഇവരുടെ ഒരു മൂത്തമ്മയുടെ മകൻ, പിന്നെ മഹല്ല് കമ്മിറ്റിയിലെ ചില പ്രതിനിധികളും കൂടിയിട്ടാണ് ഈ ഖബർ മാന്തുന്നത്. ഖബർ മാന്തുന്ന സമയത്ത് തെയ്യിൽ അലവി ഹാജി എന്ന് പറയുന്ന, എന്നോട് അദ്ദേഹം പറഞ്ഞ സമയത്ത് 19 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ്. 19 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തെയ്യിൽ അലവി ഹാജിയുടെ മൂടുകല്ലെടുത്തപ്പോൾ അദ്ദേഹത്തെ മറമാടിയ ദിവസം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്. ഇയാളൊരു ആലിമല്ല, സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോയൊരു മനുഷ്യനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഖബറിൽ അവശിഷ്ടങ്ങളില്ലാത്ത, എല്ലുപോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ മോശക്കാരാണെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും സാധാരണക്കാരായി ജീവിച്ച ആളുകളുടെ കറാമത്ത്, അവർക്ക് അല്ലാഹു നൽകുന്ന അംഗീകാരം, അവർ മരിച്ച് 19 കൊല്ലം കഴിഞ്ഞിട്ടും അതുപോലെ ഖബറിൽ മണ്ണ് തിന്നാതെ അവർ കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ അവരെ പറ്റി പഠിക്കണം. തെയ്യിൽ അലവി ഹാജി ഖബറിൽ അതുപോലെ കിടക്കുന്നുണ്ട്. അലവി ഹാജിയുടെ ആ ശരീരം അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ ആ പള്ളിയുടെ ഖബർസ്ഥാനിലുണ്ട്. അവിടെ തന്നെയാണ് മറമാടിയത്. ആ ഖബറിൽ തന്നെയാണ് മറ്റൊരാൾ മറമാടിയത്, അലവി ഹാജി മറമാടിയത്. അതിന്റെ ശേഷം പിന്നെ കുഞ്ഞീരിക്കുട്ടി ഹജ്ജുമ്മയുടെ ഖബർ മാന്തിയപ്പോഴും കുഞ്ഞീരിക്കുട്ടി ഹജ്ജുമ്മയും വല്യുമ്മയും അതുപോലെ ഒരു കേടും സംഭവിക്കാതെ ഖബറിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ സാറിനോട് ചോദിച്ചു, അധ്യാപകനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ വല്യമ്മയും വല്ലിപ്പൊക്കെ എന്തിൻ്റെ ആൾക്കാരായിരുന്നു, ഇവരൊക്കെ എന്താണ് നിത്യജീവിതത്തിൽ പതിവാക്കിയിരുന്ന കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഈ മങ്കൂസ് മൗലിദിൻ്റെ ആൾക്കാരായിരുന്നു. മങ്കൂസ് മൗലിദിൽ എന്താണുള്ളത്? അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹിലുള്ളത്, സനാഇലുള്ളത്, അത് ഇടക്കിടക്ക് ചെല്ലാറുള്ള ആൾക്കാരായിരുന്നു. അവർ ഇടക്കിടക്ക് ഖുർആൻ ഓതുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. അവർ കർഷകരായിരുന്നു. കർഷക കുടുംബത്തിൽപ്പെട്ട ഹലാലായ സമ്പാദ്യം ഹലാലായ രൂപത്തിലൂടെ മാത്രം ഭക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സാധാരണക്കാരായി ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ മരിച്ചിട്ട് 18 കൊല്ലം കഴിഞ്ഞു. ഒരാൾ 19 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 19 കൊല്ലം, ഒരാൾ 18 കൊല്ലം. വല്ലിപ്പ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. 19-18 കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ ആൾക്കാർ ഖബറിൽ അതുപോലെ ഉണ്ട് എങ്കിൽ അത് അല്ലാഹു നൽകുന്ന ഒരു അംഗീകാരമാണ്. അല്ലാഹ് നോക്കുന്നത് ഖൽബിലേക്കാണ്.
ആ ഖൽബിൽ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന്റെ അകത്ത് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരുമാറാകട്ടെ. കൂടുതലായി അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഈ മജ്ലിസ് ഒരു സവ്വാക്കി തീർക്കുമാറാകട്ടെ. ദ്വാരക്കല്ലേ സലാത്തുണ്ട്